കേരള PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ പ്രധാനമായും 2020 ജൂൺ ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വന്നത്? ഏഷ്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വന്ന ഇന്ത്യൻ നഗരം മുംബൈയിലാണ്. മുംബൈ. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മുംബൈ. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 1,00,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്ന നേട്ടം കൈവരിച്ചത്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ ബി, ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 1,00,000 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ 1,00,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഉത്തരാഖണ്ഡിൽ നിന്നും ഈയിടെ കണ്ടെത്തിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ് ആണ്. ഗോൾഡൻ ബേർഡ് വിങ്. ഉത്തരാഖണ്ഡിൽ നിന്നും കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതെന്നുകൂടി അറിയുക. ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരി. അപ്പോൾ ചോദ്യം, ഉത്തരാഖണ്ഡിൽ നിന്ന് കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് ബേർഡ് വിങ്ങിനെ കണ്ടെത്തിയത്. അപ്പോൾ അതും അറിയണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായ ഗോൾഡൻ ബേർഡ് വിങ്ങിനെ കണ്ടെത്തിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരാഖണ്ഡാണ്. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ആരാണ്? ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അടുത്തിടെ മാനവികതയ്ക്കുള്ള പ്രഥമ ഗുൽബൻഗിയൻ പുരസ്കാരം നേടിയ പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗ് ആണ്. ഗ്രറ്റ തുൻബർഗിനാണ് മാനവികതയ്ക്കുള്ള പ്രഥമ ഗുൽബൻഗിയൻ പുരസ്കാരം ലഭിച്ചത്. പ്രഥമ ഗുൽബൻഗിയൻ പുരസ്കാരം നേടിയ പരിസ്ഥിതി പ്രവർത്തക ഗ്രറ്റ തുൻബർഗ്. ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ പട്ടികജാതി വിഭാഗക്കാർക്കായിട്ട് നവീൻ റോസ്ഗാർ ഛാത്രി യോജന ആരംഭിച്ചത്? നവീൻ റോസ്ഗാർ ഛാത്രി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. നവീൻ റോസ്ഗാർ ഛാത്രി യോജന ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. മികച്ച കാർഷിക ഗവേഷണ സ്ഥാപനത്തിനുള്ള ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ സർദാർ പട്ടേൽ പുരസ്കാരം 10 ലക്ഷം രൂപ നേടിയ സ്ഥാപനം ഏതാണ്? അപ്പോൾ ഈ ഒരു പുരസ്കാരം നൽകുന്നത് മികച്ച കാർഷിക ഗവേഷണ സ്ഥാപനത്തിനാണ്. ഇത് നേടിയത് ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലാണ്. ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ. അപ്പോൾ ഈ ഒരു പട്ടേൽ, സർദാർ പട്ടേലിൻ്റെ പേരിലുള്ള പുരസ്കാര തുക 10 ലക്ഷം രൂപയാണ്. ഈ പുരസ്കാരം നേടിയ സ്ഥാപനം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CMFRI. CMFRI, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. മികച്ച കാർഷിക ഗവേഷണ സ്ഥാപനത്തിനുള്ള ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ സർദാർ പട്ടേൽ പുരസ്കാരം ആയ 10 ലക്ഷം രൂപ നേടിയ സ്ഥാപനം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കാർഗിൽ വിജയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കാർഗിൽ വിജയ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 26. ജൂലൈ 26-ാം തീയതിയാണ് കാർഗിൽ വിജയ് ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് ഒന്നുകൂടി, ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്നത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ നിലവിൽ വരുന്ന നഗരം മുംബൈയാണ്. മുംബൈ. 1,00,000 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഉത്തരാഖണ്ഡിൽ നിന്ന് കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗോൾഡൻ ബേർഡ് വിങ്. കേരള സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മാനവികതയ്ക്കുള്ള പ്രഥമ ഗുൽബൻഗിയൻ പുരസ്കാരം നേടിയ പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രറ്റ തുൻബർഗ്.
അടുത്തിടെ പട്ടികജാതി വിഭാഗക്കാർക്കായി നവീൻ റോസ്ഗാർ ഛാത്രി യോജന ആരംഭിച്ചത് ഉത്തർപ്രദേശ്. കാർഷിക ഗവേഷണ സ്ഥാപനത്തിനുള്ള മികച്ച കാർഷിക ഗവേഷണ സ്ഥാപനത്തിനുള്ള ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ സർദാർ പട്ടേൽ പുരസ്കാരം ആയ 10 ലക്ഷം രൂപ നേടിയത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കാർഗിൽ വിജയദിനമായി ആചരിക്കുന്നത് ജൂലൈ 26. അടുത്ത ചോദ്യം, 1999 ജൂലൈ 26 പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ഇന്ത്യൻ വ്യോമസേന കാർഗിലിൽ നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോൾ ഇന്ത്യൻ വ്യോമസേന കാർഗിലിൽ നടത്തിയ ഓപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന കാർഗിലിൽ നടത്തിയത് ഏത് ഓപ്പറേഷനാണ്? ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ 1999 ജൂലൈ 26 കാർഗിലിൽ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ്. ഓപ്പറേഷൻ സഫേദ് സാഗർ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ബാലവേല നിർമ്മാർജ്ജന വർഷമായി ആചരിക്കുന്നത് ഏത് വർഷമാണ്? അന്താരാഷ്ട്ര ബാലവേല നിർമ്മാർജ്ജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം ഏതാണ്? 2021 ആണ്. നിലവിലെ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ. വനപരിസ്ഥിതി മന്ത്രി, നിലവിലെ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ. സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ആദ്യമായി ഓൺലൈനിൽ നടത്തിയ സംസ്ഥാനം? കേരളമാണ്. സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ആദ്യമായി ഓൺലൈനിൽ നടത്തിയ സംസ്ഥാനം കേരളം. COVID-19 രോഗബാധിതനാകുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ആദ്യ വ്യക്തി ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് COVID-19 രോഗബാധിതനാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാജ് സിംഗ് ചൗഹാൻ. നിലവിലെ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി. നിലവിലെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് രൂപാനിയാണ്. ഇന്ത്യയിലെ ആദ്യ തേൻ പരിശോധന ലബോറട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ തേൻ പരിശോധന ലബോറട്ടറി ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്തിലാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ തേൻ പരിശോധന ലബോറട്ടറി ആരംഭിച്ചത്. അടുത്തിടെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ പാസെക്സ് നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഏതാണ്? അപ്പോൾ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരാണ് പാസെക്സ്. ഇതിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ പങ്കെടുത്തത് USS നിമിറ്റ്സ് ആണ്. USS നിമിറ്റ്സ്. പൊതുസേവനാ ദിനം എന്നാണ് ആചരിക്കുന്നത്. പൊതുസേവനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 23 ആണ്. പൊതുസേവന ദിനമായി ആചരിക്കുന്നത് ജൂൺ 23. ഓർക്കുക, പൊതുസേവന ദിനമായി ആചരിക്കുന്ന ദിവസം ജൂൺ 23 ആണ്. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ ആരാണ്? മന്ത്രി, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി KK ശൈലജയാണ്. കേരള ആരോഗ്യമന്ത്രി KK ശൈലജ. അപ്പോൾ പൊതുസേവന ദിനമായ ജൂൺ 23 വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ UN സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി കേരള ആരോഗ്യമന്ത്രിയാണ് KK ശൈലജ. ഓക്കെ, അടുത്ത ചോദ്യം, എ ബേണിംഗ് എന്ന നോവൽ രചിച്ചത് ആരാണ്? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോവലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ ബേണിംഗ് എന്ന നോവൽ രചിച്ച വ്യക്തി ആരാണ്? എ ബേണിംഗ് എന്ന നോവൽ രചിച്ചത് മേഘ മജുംദാർ ആണ്. മേഘ മജുംദാർ. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ ഒരു 10 ചോദ്യങ്ങളോളം ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് പറയുവാണ്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രി ആരാണ്? കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ. SIമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായിട്ട് നടത്തിയ സംസ്ഥാനം കേരളമാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി വിജയ് രൂപാനി. ഇന്ത്യയിൽ ആദ്യമായി തേൻ പരിശോധന ലബോറട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി തേൻ പരിശോധന ലബോറട്ടറി ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി വിജയ് രൂപാനി. ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേര് പറഞ്ഞായിരുന്നു പാസെക്സ്.
പാസെക്സ്. അതിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ പങ്കെടുത്തത് USS നിമിറ്റ്സ് ആണ്. USS നിമിറ്റ്സ്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് പാസെക്സ് നാവികാഭ്യാസം നടത്തിയത്. ഇതിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ, ഇതിൽ പങ്കെടുത്ത അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിൻ്റെ പേരാണ് USS നിമിറ്റ്സ്. പൊതുസേവന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? പൊതുസേവന ദിനമായി ആചരിക്കുന്ന ജൂൺ 23. ജൂൺ 23 ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്ത ഏക ഇന്ത്യനാണ് KK ശൈലജ. എ ബേണിംഗ് എന്ന നോവൽ രചിച്ചത് മേഘ മജുംദാറാണ്. മേഘ മജുംദാറിൻ്റെ നോവലാണ് എ ബേണിംഗ്. അടുത്ത ചോദ്യം, ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയ വനിതാ കായിക താരം ആരാണ്? ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയ വനിതാ കായിക താരം നവോമി ഒസാക്കയാണ്. നവോമി ഒസാക്ക. ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എത്രാമത്തെ തവണയാണ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാമത്തെ തവണയാണ് UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 8ാമത്തെ തവണയാണ്. അതിൻ്റെ കാലയളവ് എത്രയാണ്? ഏത് കാലയളവിലേക്കാണ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ 2021-22 കാലയളവിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാലയളവ് 2021-22 കാലയളവ്. തദ്ദേശ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്വിപ്മെന്റ് PPE ആയ നവരക്ഷക് നിർമ്മിച്ചത് ആരാണ്? അപ്പോൾ തദ്ദേശ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്വിപ്മെന്റ് ആയ നവരക്ഷക് നിർമ്മിച്ചത് ഇന്ത്യൻ നാവികസേനയാണ്. ഇന്ത്യൻ നാവികസേന നിർമ്മിച്ചതാണ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്വിപ്മെന്റ് ആയ നവരക്ഷക്. ക്ലാര ആൻഡ് ദ സൺ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ക്ലാര ആൻഡ് ദ സൺ എന്ന നോവലിന്റെ രചയിതാവ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു പുസ്തകം നോക്കിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന 2ാമത്തെ പുസ്തകമാണ് ക്ലാര ആൻഡ് ദ സൺ. കാഷിയോ ഇഷിഗുരോയുടെ പുസ്തകമാണ് ക്ലാരോ ആൻഡ് ദ സൺ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാഷിയോ ഇഷിഗുരോയുടെ പുസ്തകമാണ് ക്ലാര ആൻഡ് ദി സൺ. നേരത്തെ നോക്കിയത് എ ബേണിംഗ് എന്ന നോവലാണ്. രചിച്ചത് മേഘ മജുംദാർ. മേഘ മജുംദാറിന്റെ എ ബേണിംഗ് എന്ന നോവലാണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ക്ലാര ആൻഡ് ദ സൺ രചിച്ച രചയിതാവ്, ക്ലാര ആൻഡ് സൺ എൻ്റെ രചയിതാവ് കാഷിയോ ഇഷിഗുരോ. മൊബൈൽ മാസ്റ്റർ ജി എന്ന വെർച്വൽ ക്ലാസ് റൂം സിസ്റ്റം. അപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് നടക്കുന്നതെല്ലാം വെർച്വൽ ക്ലാസ് റൂമാണ്. അപ്പോൾ ഇവിടെ ഒരു വെർച്വൽ ക്ലാസ് റൂം സിസ്റ്റത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ മാസ്റ്റർ ജി എന്നതാണ് ഇതിൻ്റെ പേര്. മൊബൈൽ മാസ്റ്റർ ജി എന്ന വെർച്വൽ ക്ലാസ് റൂം സിസ്റ്റം ആരംഭിച്ച IIT ഏതാണ്? IIT കാൻപൂർ ആണ് മൊബൈൽ മാസ്റ്റർ ജി എന്ന വെർച്വൽ ക്ലാസ് റൂം സിസ്റ്റം ആരംഭിച്ചത്. ഇന്ത്യയുടെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ഓഫ് 21st സെഞ്ചുറി, 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഏറ്റവും വാല്യൂബിൾ ആയിട്ട് പ്ലെയർ ആയിട്ട് വിസ്ഡൻ മാസിക തെരഞ്ഞെടുത്ത താരം ഏതാണ്? വിസ്ഡൻ മാസിക തെരഞ്ഞെടുത്ത താരം രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജ. വീണ്ടും ഒരു പുസ്തകം കൂടി, ഓവർഡ്രാഫ്റ്റ് സേവിങ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഈ പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വരുന്ന എക്സാമുകൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓവർഡ്രാഫ്റ്റ് സേവിങ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഊർജിത് പട്ടേലാണ്. ഓവർഡ്രാഫ്റ്റ് സേവിങ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഊർജിത് പട്ടേൽ. പോളണ്ടിന്റെ പ്രസിഡന്റായി നിയമിതനാവുന്ന വ്യക്തി ആരാണ്? പോളണ്ടിന്റെ പ്രസിഡന്റായി നിയമിതനാവുന്ന വ്യക്തി, പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രജസ് ഡ്യൂഡോ ആണ്. ആൻഡ്രജസ് ഡ്യൂഡോ ആണ് പോളണ്ട് പ്രസിഡന്റ്. നിലവിലെ പോളണ്ട് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആൻഡ്രജസ് ഡ്യൂഡോ. KC വേണുഗോപാൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? KC വേണുഗോപാൽ ഏത് സംസ്ഥാനത്ത് നിന്ന് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നാണ് KC വേണുഗോപാൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏകദേശം 10 ചോദ്യങ്ങളോളം ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് പറയാം. ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് എത്രാമത്തെ തവണയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
8ാമത്തെ തവണ ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് 8ാമത്തെ തവണയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കാലയളവ് ചോദിച്ചാൽ 2021-22 കാലയളവിലേക്കാണ്. അടുത്തത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്വിപ്മെന്റ് ആയ നവരക്ഷക് നിർമ്മിച്ചത് ഇന്ത്യൻ നാവികസേന. തദ്ദേശ പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്വിപ്മെന്റ് ആയ നവരക്ഷക് നിർമ്മിച്ചത് ഇന്ത്യൻ നാവികസേന. പിന്നെ നമ്മൾ നോക്കിയത് ഒരു പുസ്തകമാണ്, ക്ലാര ആൻഡ് ദ സൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ക്ലാര ആൻഡ് ദ സൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കാഷിയോ ഇഷിഗുരോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പുസ്തകം, ഒരു നോവൽ പറഞ്ഞായിരുന്നു, എ ബേണിംഗ് എന്ന നോവൽ മേഘ മജുംദാറിൻ്റെതാണ്. എ ബേണിംഗ് എന്ന നോവൽ. മറ്റൊരു നോവൽ നമ്മൾ നോക്കിയത് ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകം ആരുടേതാണ്? ഊർജിത് പട്ടേൽ എഴുതിയ പുസ്തകമാണ് ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ. മൊബൈൽ മാസ്റ്റർ ജി എന്ന വെർച്വൽ ക്ലാസ് റൂം സിസ്റ്റം ആരംഭിച്ച IIT കാൻപൂർ ആണ്. മൊബൈൽ മാസ്റ്റർ ജി എന്നാണ് ആ ക്ലാസ് റൂം സിസ്റ്റത്തിന്റെ പേര്, വെർച്വൽ ക്ലാസ് റൂം സിസ്റ്റം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയുടെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിസ്ഡൻ മാസിക തിരഞ്ഞെടുത്ത താരമാണ്. വിസ്ഡൻ മാസിക തിരഞ്ഞെടുത്തത് രവീന്ദ്ര ജഡേജയാണ്. ഇന്ത്യയുടെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, 21ാം നൂറ്റാണ്ടിൻ്റെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ട താരം രവീന്ദ്ര ജഡേജ. ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഊർജിത് പട്ടേലാണ്. ഊർജിത് പട്ടേൽ. പിന്നെ നമ്മൾ നോക്കിയത് പോളണ്ടിന്റെ പ്രധാനമന്ത്രിയാണ്, പോളണ്ടിന്റെ പ്രസിഡന്റാണ്. പോളണ്ടിന്റെ പ്രസിഡന്റ് ആരാണ്? ആൻഡ്രജസ് ഡ്യൂഡോട്ട് ആണ്. ആൻഡ്രജസ് ഡ്യൂഡോട്ട്. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രജസ് ഡ്യൂഡോട്ട്. പോളണ്ടിൻ്റെത് ആൻഡ്രജസ് ഡ്യൂഡോട്ട്. KC വേണുഗോപാൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണുഗോപാൽ രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. സിംഗപ്പൂരിന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? അപ്പോൾ കുറേശ്ശെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ രാഷ്ട്രപതിയും വാർത്തകളിൽ നിറഞ്ഞ് വന്നതാണ്. ഈയിടെ വന്നതൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്. സോ അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. സിംഗപ്പൂരിന്റെ നിലവിലെ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആൻസർ വരുന്നത്? ലീ ല്യൂങ് ആണ് സിംഗപ്പൂരിന്റെ നിലവിലെ പ്രധാനമന്ത്രി. ലീ ഷിയോങ് ല്യൂങ് ആണ് സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി. 2022 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി. അപ്പോൾ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു കറണ്ട് അഫെയറിൽ നിന്ന് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ലോകകപ്പ് ഫുട്ബോൾ വേദി. അപ്പോൾ 2022 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെ എന്നാണ് ചോദ്യം. ഖത്തറിൽ വെച്ചാണ് 2022 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത്. കേരള പോലീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയുടെ പുതിയ പേരാണ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. കേരള പോലീസിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ പദവി ഇനി അറിയുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ്. കേരള ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് KV മനോജ് കുമാർ. നല്ലൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റിവെക്കാം. കേരള ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KV മനോജ് കുമാർ. പാവപ്പെട്ടവർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന ആദ്യ സംസ്ഥാനം കേരളം. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ വേസ്റ്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം, ഇതും നല്ലൊരു ചോദ്യമാണ്, ഓൺലൈൻ വേസ്റ്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ വേസ്റ്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഈ വർഷത്തെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം, അപ്പോൾ 2019 2020 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, അതായത് എൻവയോൺമെൻറ്റ് ഡേ, എർത്ത് ഡേ, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സിൻ്റെ തീം 2019 2020 പഠിക്കണം. ഇതിപ്പോൾ പറയുന്നത് യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്തെന്നാണ്. യോഗാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ 21-ാം തീയതി. യോഗാ ദിനത്തിൻ്റെ പ്രമേയം ഈ വർഷം 2020 തീമാണ് യോഗ അറ്റ് ഹോം ആൻഡ് യോഗ അറ്റ് ഫാമിലി. യോഗാ ദിനത്തിൻ്റെ തീമാണ് യോഗ അറ്റ് ഹോം ആൻഡ് യോഗ അറ്റ് ഫാമിലി. പ്രമേഹ നിയന്ത്രണത്തിന് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ അംഗീകാരം നേടിയ പഴം ഏതാണ്? പ്രമേഹ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ അംഗീകാരം നേടിയ പഴമാണ് ചക്ക. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14 അപ്പോൾ ലോക രക്തദാന ദിനം 2020 തീമാണ് സേഫ് ബ്ലഡ് സേവ്സ് ലിവ്സ്. 2019 സേഫ് ബ്ലഡ് ഫോർ ഓൾ എന്നതായിരുന്നു തീം.
അപ്പോൾ രണ്ട് തീമും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14 2020 തീം. അപ്പോൾ രക്തദാന ദിനം എന്നാണെന്ന് അറിയണം. രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14 ജൂൺ 14 2020 തീം സേഫ് ബ്ലഡ് സേവ്സ് ലിവ്സ് എന്നാണ്. സേഫ് ബ്ലഡ് സേവ്സ് ലിവ്സ്. ഇനി 2019 അത് സേഫ് ബ്ലഡ് ഫോർ ഓൾ എന്നതാണെന്നുകൂടി. ഫോർ ഓൾ 2019 ഫോർ ഓൾ 2019 ഫോർ ഓൾ 2020 അത് സേവ്സ് ലിവ്സ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തത് 2021-22 വർഷത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിലേക്ക് ഏഷ്യ പസഫിക്കിൽ നിന്നുള്ള പ്രതിനിധിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? അപ്പോൾ 21-22 വർഷത്തിലേക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിലേക്ക് ഏഷ്യ പസഫിക്കിൽ നിന്ന് പ്രതിനിധിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ 8ാമത്തെ തവണയാണ്. പ്രതിനിധിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇന്ത്യ. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. അപ്പോൾ നമ്മൾ ഏകദേശം 10 ചോദ്യങ്ങളോളം ആയിട്ടുണ്ട്. ആദ്യം നോക്കിയത് സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രി ലീ ല്യൂങ് ആണ്. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ ല്യൂയിങ്. 2022 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി 2022 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി ഫുട്ബോൾ അരങ്ങേറുന്നത് 2022 ഖത്തറിൽ വെച്ചാണ്. ഖത്തർ. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വേദികളെല്ലാം സെപ്പറേറ്റ് എഴുതി തന്നെ നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് സൗജന്യ ഇൻ്റർനെറ്റ് നൽകുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സൗജന്യ ഇൻ്റർനെറ്റ് നൽകുന്ന സംസ്ഥാനം കേരളം. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ വേസ്റ്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് എവിടെയാണ്? ഓൺലൈൻ വേസ്റ്റ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2020 യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ അറ്റ് ഹോം, യോഗ അറ്റ് ഫാമിലി. 2020 യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ അറ്റ് ഹോം, യോഗ അറ്റ് ഫാമിലി. പ്രമേഹ നിയന്ത്രണത്തിന് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ അംഗീകാരം നേടിയ പഴം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ചക്കയാണ്. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14 സേഫ് ബ്ലഡ് സേവ്സ് ലിവ്സ് എന്നതാണ് 2020 തീം. അപ്പോൾ തീം ഇമ്പോർട്ടൻ്റ് ആണ്. സേഫ് ബ്ലഡ് സേവ്സ് ലിവ്സ്. 2019 തീം ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് ബ്ലഡ് ഫോർ ഓൾ എന്നതാണ്. 2019 നോക്കി വെക്കണം. തീം ഫോർ 2019 ഈസ് സേഫ് ബ്ലഡ് ഫോർ ഓൾ. 2021-22 വർഷത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിലേക്ക് ഏഷ്യ പസഫിക്കിൽ നിന്നുള്ള പ്രതിനിധിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. 2020 കാർഷിക നോബൽ എന്നറിയപ്പെടുന്ന ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയ ഇന്ത്യൻ അമേരിക്കൻ മണ്ണ് ശാസ്ത്രജ്ഞൻ ആരാണ്? ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയ ഇന്ത്യൻ അമേരിക്കൻ മണ്ണ് ശാസ്ത്രജ്ഞൻ. അപ്പോൾ ഇത് 2020 കാർഷിക നോബൽ എന്നറിയപ്പെടുന്നതാണ് ഈ ലോക ഭക്ഷ്യ പുരസ്കാരം. കാർഷിക നോബൽ എന്നറിയപ്പെടുന്നത് ലോക ഭക്ഷ്യ പുരസ്കാരമാണ്. നേടിയ ഇന്ത്യൻ അമേരിക്കൻ മണ്ണ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ രത്തൻ ലാൽ ആണ്. ഡോക്ടർ രത്തൻ ലാൽ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എക്സ്പെക്റ്റ് ചെയ്യാവുന്ന സെറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആഡ് ചെയ്യാം. 2020 കാർഷിക നോബൽ എന്നറിയപ്പെടുന്ന ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയ ഇന്ത്യൻ അമേരിക്കൻ മണ്ണ് ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രത്തൻ ലാൽ. ബാലവേലക്കാരായ 8-നും 18 വയസ്സിനും പ്രായമുള്ള കുട്ടികൾക്കായി ബാൽ ശ്രാമിക് വിദ്യാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബാൽ ശ്രാമിക് വിദ്യാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ബാൽ ശ്രാമിക് വിദ്യാ പദ്ധതി ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. ബാൽ ശ്രാമിക് വിദ്യാ പദ്ധതി ആരംഭിച്ചത് ഉത്തർപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് മാടപ്പള്ളിയാണ്. മാടപ്പള്ളി കേരളത്തിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിത സമൃദ്ധി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് മാടപ്പള്ളിയാണ്. കുടിവെള്ളക്ഷാമം നേരിടുന്ന എല്ലാ വീട്ടിലും പൈപ്പ് ലൈൻ എത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അപ്പോൾ ജൽ ജീവൻ മിഷൻ എന്നൊരു പദ്ധതി ഓർത്തു വെക്കുക. എന്താണ് ഈ പദ്ധതിയുടെ എയിം? കുടിവെള്ളക്ഷാമം നേരിടുന്ന എല്ലാ വീട്ടിലും പൈപ്പ് ലൈൻ എത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൽ ജീവനാണ് ആൻസർ വരുന്നത്.
അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം രൂപപ്പെട്ട ചുഴലിക്കാറ്റിന് നിസർഗ എന്ന പേര് നൽകിയ രാജ്യം ഏതാണ്? അറബിക്കടലിലാണ് ഈ നിസർഗ രൂപം കൊണ്ടത്. അപ്പോൾ അതും ഓർത്തു വെക്കുക. നിസർഗ രൂപം കൊണ്ടത് അറബിക്കടലിലാണ്. ലക്ഷദ്വീപിന് സമീപം നിസർഗയ്ക്ക് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ് എന്നാണ്. നിസർഗ എന്ന വാക്കിന് അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി എന്നാണ്. ഓക്കി എന്ന പേര് നൽകിയതും ബംഗ്ലാദേശാണ്. ഓക്കി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണെന്നാണ്, കണ്ണ്. നിസർഗ എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞു വയ്ക്കുക. നിസർഗ എന്ന വാക്കിനർത്ഥം, അപ്പോൾ ഓക്കിയുടെ വാക്കിനർത്ഥം ചോദിച്ചിട്ടുണ്ട്. നിസർഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി എന്നാണ്. നിസർഗയ്ക്ക് പേര് നൽകിയ രാജ്യം, ഓക്കിക്ക് പേര് നൽകിയ രാജ്യം എന്നെല്ലാം ചോദ്യം വന്നാൽ ഉത്തരം ബംഗ്ലാദേശ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമഗ്ര ശിക്ഷ കേരള നടത്തുന്ന ഓൺലൈൻ ക്ലാസ് പദ്ധതിയുടെ പേരെന്താണ്? ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സമഗ്ര ശിക്ഷ കേരള നടത്തുന്ന ഓൺലൈൻ പദ്ധതി ഏതാണ്? ഓൺലൈൻ ക്ലാസ് പദ്ധതിയുടെ പേരാണ് വൈറ്റ് ബോർഡ് എന്നതാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായിട്ട് സമഗ്ര ശിക്ഷ കേരള നടത്തുന്ന ഓൺലൈൻ ക്ലാസ് പദ്ധതി വൈറ്റ് ബോർഡ്. സാമൂഹിക അകലം പാലിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് ഗൂഗിൾ അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് സോഡാർ. 120 അടി ഉയരമുള്ള സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയിലാണ്, തെറ്റിപ്പോവരുത്. 120 അടി ഉയരമുള്ള സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് കർണാടകയിലാണ്. കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിനായിട്ട് സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. പരിസ്ഥിതി മന്ത്രാലയത്തെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്യാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയത് മഹാരാഷ്ട്രയ്ക്കാണ്. പരിസ്ഥിതി മന്ത്രാലയത്തെ പരിസ്ഥിതി കാലാവസ്ഥാ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രിസഭ അംഗീകാരം നൽകിയ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ചത് മണിപ്പൂരിലാണ്. കായിക മേഖലയെ ഉയർത്തുന്നതിനും തൊഴിൽ സൃഷ്ടിക്കുന്നതിനും സ്പോർട്സിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ സംസ്ഥാനം മിസോറാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാമാണ്. സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ സംസ്ഥാനം മിസോറാം. ഇന്ത്യയിൽ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020. ഡേറ്റ് പഠിക്കാൻ എളുപ്പമാണ്. 2020 ജൂലൈ മാസം 20-ാം തീയതി. 20 ജൂലൈ 20 ജൂലൈ 20-നാണ് ഇന്ത്യയിൽ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 2020 ഏപ്രിൽ 22-ന് ആചരിച്ച 50-ാമത്തെ ഭൗമദിനത്തിൻ്റെ വിഷയം എന്തായിരുന്നു? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന 3-ാമത്തെ തീമാണ്. ആദ്യം നമ്മൾ പഠിച്ചത് യോഗാ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? യോഗാ ദിനത്തിൻ്റെ തീം യോഗ അറ്റ് ഹോം യോഗ അറ്റ് ഫാമിലി എന്നതായിരുന്നു യോഗാ ദിനത്തിൻ്റെ തീം. പിന്നെ ജൂൺ 14 രക്തദാന ദിനമായി ആചരിക്കുന്നു. 2020 രക്തദാന ദിനത്തിൻ്റെ തീം പഠിച്ചായിരുന്നു. സേവ് ബ്ലഡ് സേവ്സ് ലിവ്സ് എന്നതാണ്. രക്തദാന ദിനത്തിൻ്റെ 2019 തീം സേവ് ബ്ലഡ് ഫോർ ഓൾ എന്നതാണ്. ഇനി ഭൗമദിനത്തിൻ്റെ 2020 ഭൗമദിനത്തിൻ്റെ തീം ചോദിച്ചാൽ ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ്. ഭൗമദിനത്തിൻ്റെ തീം 2020 ഭൗമദിനത്തിൻ്റെ തീമാണെങ്കിൽ ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ്. 3 തീം പഠിച്ചിട്ടുണ്ട്. 2020 ഭൗമദിനത്തിൻ്റെ തീം ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ആക്ഷൻ. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി റദ്ദാക്കിയ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് വിംബിൾഡൺ ആണ്. കൊറോണ സാഹചര്യത്തിൽ COVID-19 സാഹചര്യം മൂലമാണ് ഈ ഒരു വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് റദ്ദാക്കിയത്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ്
ഇത്തവണ, അതായത് 2020 ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റദ്ദ് ചെയ്യുന്നത്. നിലവിലെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി, നമ്മൾ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു വിജയ് രൂപാനി. പോളണ്ടിൻ്റെ പ്രസിഡന്റ് പറഞ്ഞായിരുന്നു ആൻഡ്രജസ് ഡ്യൂഡോ. നിലവിലെ പോളണ്ട് പ്രസിഡന്റാണ് ആൻഡ്രജസ് ഡ്യൂഡോ. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രജസ് ഡ്യൂഡോ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പുതുച്ചേരി മുഖ്യമന്ത്രി ആരാണ്? ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പുതുച്ചേരിയിലത് വി നാരായണസ്വാമി. പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമി. അടുത്ത വർഷത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ഹരിയാനയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ഹരിയാന. നിലവിലെ ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇമാനുവൽ മാക്രോൺ. പോളണ്ട് പ്രസിഡന്റ് പറഞ്ഞായിരുന്നു പോളണ്ട് ആൻഡ്രജസ് ഡ്യൂഡോ. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രജസ് ഡ്യൂഡോ. നിലവിലെ ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇമാനുവൽ മാക്രോൺ. അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച DRDO വികസിപ്പിച്ച നാഗ് വിഭാഗം മിസൈലാണ് ധ്രുവസ്ത്ര. DRDO വികസിപ്പിച്ച നാഗ് വിഭാഗം മിസൈലിൽ വരുന്നതാണ് ധ്രുവസ്ത്ര. DRDO വികസിപ്പിച്ച നാഗ് വിഭാഗം മിസൈലാണ് ധ്രുവസ്ത്ര. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയം വഹിക്കുന്ന രാജ്യങ്ങളാണ് ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയം വഹിക്കുന്നത് ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും. ഈയിടെ അന്തരിച്ച KR സച്ചിദാനന്ദൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? KR സച്ചിദാനന്ദൻ സിനിമാ സംവിധായകനായിരുന്നു അദ്ദേഹം. KR സച്ചിദാനന്ദൻ. രാജ്യത്തെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ സ്ഥാപിച്ചത് ഡൽഹിയിലാണ്. സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ സ്ഥാപിച്ചത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ സ്ഥാപിച്ചത് ഡൽഹി. പരീക്ഷണത്തിലുള്ള പുതിയ ക്രിക്കറ്റ് 3T ക്രിക്കറ്റ് അരങ്ങേറിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 8 പേര് വീതമുള്ള 3 ടീമുകൾ 12 ഓവറുകളിൽ കളിക്കുന്ന ടൂർണമെൻ്റാണ്. 8 പേര് വീതമുള്ള 3 ടീമുകൾ 12 ഓവറുകളിൽ കളിക്കുന്ന ടൂർണമെൻറ്റിനെയാണ് 3T ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി, 8 പേര് വീതമുള്ള 3 ടീമുകൾ 12 ഓവറുകളിൽ കളിക്കുന്ന ടൂർണമെൻ്റാണ് 3T ക്രിക്കറ്റ്. പരീക്ഷണത്തിനുള്ള പുതിയ ക്രിക്കറ്റായ 3T ക്രിക്കറ്റ് അരങ്ങേറിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. പരീക്ഷണത്തിനുള്ള പുതിയ ക്രിക്കറ്റ് 3T ക്രിക്കറ്റ് അരങ്ങേറിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. അപ്പം നമ്മൾ ലാസ്റ്റ് നോക്കിയ 10-12 ചോദ്യങ്ങൾ ഏതെല്ലാമായിരുന്നു എന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. അറബിക്കടലിൽ വീശിയ നിസർഗ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? നിസർഗ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. ഓക്കി എന്ന കൊടുങ്കാറ്റിന് പേര് നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? ഓക്കിക്ക് പേര് നൽകിയതും ബംഗ്ലാദേശ് തന്നെയാണ്. ഓക്കി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണെന്നാണ്. നിസർഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ നിസർഗ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകൃതി എന്നാണ്. ചോദ്യം: അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം രൂപപ്പെട്ട ചുഴലിക്കാറ്റിന് നിസർഗ എന്ന പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള നടത്തുന്ന ഓൺലൈൻ ക്ലാസ് പദ്ധതിയുടെ പേരാണ് വൈറ്റ് ബോർഡ്. സാമൂഹിക അകലം പാലിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഗൂഗിൾ അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ സോഡാറാണ്. 120 അടി ഉയരമുള്ള സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നത് കർണാടകയിലാണ്. കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കുന്നതിന് സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരിലാണ് സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ചത് മണിപ്പൂരിലാണ്. പരിസ്ഥിതി മന്ത്രാലയത്തെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്യാൻ മന്ത്രിസഭ അംഗീകാരം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കായിക മേഖലയെ ഉയർത്തുന്നതിന് സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ സംസ്ഥാനം മിസോറാമാണ്. സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂർ. സസ്യ ആരോഗ്യ ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂറാണ്. സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ സംസ്ഥാനം മിസോറാം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഏപ്രിൽ 22-ന് ആചരിച്ച 50ാമത്തെ ഭൗമദിനമായിരുന്നു. 50ാമത്തെ ഭൗമദിനം, അതായത് 2020 ഭൗമദിനത്തിൻ്റെ വിഷയമാണ്
ക്ലൈമറ്റ് ആക്ഷൻ. മറ്റ് രണ്ടെണ്ണം നമ്മൾ പഠിച്ചത് യോഗാ ദിനത്തിൻ്റെ തീമാണ് യോഗ അറ്റ് ഹോം, യോഗ അറ്റ് ഫാമിലി. യോഗ അറ്റ് ഹോം, യോഗ അറ്റ് ഫാമിലി. ജൂൺ 14 രക്തദാന ദിനമായി ആചരിക്കുന്നു. രക്തദാന ദിനത്തിൻ്റെ തീം സേഫ് ബ്ലഡ് സേവ്സ് ലീവ്സ് എന്നതാണ്. 2019 തീം സേഫ് ബ്ലഡ് ഫോർ ഓൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് 2020 റദ്ദ് ചെയ്ത ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ് വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ്. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. പുതുച്ചേരി മുഖ്യമന്ത്രി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമി, പുതുച്ചേരിയുടേത് വി നാരായണസ്വാമി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പുതുച്ചേരി മുഖ്യമന്ത്രി വി നാരായണസ്വാമി. അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി. അടുത്ത വർഷത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഹരിയാന. നിലവിലെ ഫ്രഞ്ച് പ്രസിഡന്റാണ് ഇമാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ പോളണ്ടിൻ്റെ പ്രസിഡന്റ് പറഞ്ഞായിരുന്നു, പോളണ്ടിൻ്റെ പ്രസിഡന്റ് ആൻഡ്രജസ് ഡ്യൂഡോട്ട് ആണ്. അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച DRDO വികസിപ്പിച്ച നാഗ് വിഭാഗം മിസൈലാണ് ധ്രുവസ്ത്ര. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് സംയുക്തമായി ആതിഥേയം വഹിക്കുന്നത് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും. വനിതാ ഫുട്ബോൾ ലോകകപ്പ് സംയുക്ത ആതിഥേയ രാജ്യങ്ങളാണ് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും. KR സച്ചിദാനന്ദൻ ഈയിടെ അന്തരിച്ച വ്യക്തി. സിനിമാ സംവിധായക മേഖലകളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് KR സച്ചിദാനന്ദൻ. ഏറ്റവും വലിയ കോവിഡ് കേന്ദ്രമായ, രാജ്യത്തെ ഏറ്റവും വലിയ കോവിഡ് ചികിത്സാ കേന്ദ്രമായ സർദാർ പട്ടേൽ കോവിഡ് കെയർ സെൻറ്റർ സ്ഥാപിച്ചത് ഡൽഹിയിലാണ്. പുതിയ ക്രിക്കറ്റ് ട്രീറ്റി അരങ്ങേറിയ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.